എന്നോടുണ്ടല്ലോ കുറച്ച് പേര് കുറേ കാലമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ബിരിയാണി റെസിപ്പി ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കി അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയായി ഇക്കാക്ക് സെർവ് ചെയ്ത് കൊടുത്തപ്പോൾ ഇക്കാൻ്റെ അഭിപ്രായം സൂപ്പറാണ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഹൈഡ്രോപ്സിൻ്റെ ഡബിൾ ഫിൽറ്റേർഡ് കൊക്കനട്ട് ഓയിലാണ് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച മട്ടനും മസാലയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ. പിന്നെ തൈര്, മല്ലിയില, പുതിനയില എന്നിട്ട് അടച്ചു വെച്ചിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വേവിക്കുക. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോൻ്റെ കോല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ല പഴക്കമുള്ള അരി കൊണ്ട് തന്നെ ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. റൈസ് ഉണ്ടാക്കുന്നതും ഹൈഡ്രോപ്സിൻ്റെ കൊക്കനട്ട് ഓയിൽ കൊണ്ടാണ്. പിന്നെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റൈസ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു കപ്പിന് 1.25 കപ്പ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുക്കുക. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അരി നന്നാവണം അല്ലേ. അപ്പോൾ റൈസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് ദമ്മിട്ടെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയതിന് പകരം ബീഫും ചിക്കനും ഫിഷൊക്കെ നമുക്കിതുപോലെ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഈ കോല ബിരിയാണി റൈസ് കൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ദമ്മിട്ടാൽ മതി ബിരിയാണി. അപ്പോൾ ഇനി കോല റൈസ് കൊണ്ടൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കൊണ്ടു കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യോണ്ടു.